ഇനി നമുക്ക് ആക്സിസിനെ പരിചയപ്പെടാം. ഇത് നമുക്ക് ടോപ്പ് വ്യൂ പോർട്ടാണ്. ടോപ്പ് വ്യൂ പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ആക്സിസ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട് വ്യൂ പോർട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 2 ആക്സിസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലെഫ്റ്റ് വ്യൂ പോർട്ടിലായാലും നമുക്ക് 2 ആക്സിസേ ഉള്ളൂ. എന്നാൽ നമ്മൾ 3D ആയ പെർസ്പെക്റ്റീവ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ആക്സിസ് കാണാൻ കഴിയും. അതായത് 3 ആക്സിസ് ഉണ്ടായിരിക്കും. എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, ഇസഡ് ആക്സിസ് ഉണ്ടായിരിക്കും, വൈ ആക്സിസ് ഉണ്ടായിരിക്കും. ഓരോ ആക്സിസുകളും തമ്മിൽ 90 ഡിഗ്രി ആംഗിളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എക്സും വൈയും തമ്മിൽ 90 ഡിഗ്രി, ഇസഡും വൈയും തമ്മിൽ 90 ഡിഗ്രി. ഈ 3 ആക്സിസുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്തെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ഈ ഒറിജിൻ പോയിന്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് 0, 0, 0 എന്ന രീതിയിലാണ് നമ്മൾ 3Dയിലെ ആക്സിസിന്റെ ഒറിജിൻ സൂചിപ്പിക്കുന്നത്. 2Dയിലെ ആക്സിസിന്റെ ഒറിജിനെ നമ്മൾ 0, 0 എന്നാണ് പരിഗണിക്കുന്നത്. 3Dയിലാണെങ്കിൽ 3 0 വരും. x = 0, y = 0, z = 0. 3 0, 0, 0 ആണ് പോയിന്റ്. ഇനി നമുക്ക് ഇതിനെ ഓർബിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓർബിറ്റ് ചെയ്യുന്നതിനായി ആൾട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മൗസിന്റെ സെന്റർ വീൽ ബട്ടൺ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓർബിറ്റ്, ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഓർബിറ്റ് ചെയ്യാൻ കഴിയും. ആൾട്ട് പ്ലസ് ഡ്രാഗ് സെന്റർ ബട്ടൺ ഓഫ് മൗസ്. ഈ രീതിയിൽ നമുക്ക് ഓർബിറ്റ് ചെയ്യാൻ കഴിയും. പഴയ പൊസിഷനിലേക്ക് പോകാനായിട്ട് ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ്. ഇനി നമുക്ക് വ്യൂ പോർട്ട് നാവിഗേഷൻ കൺട്രോളിനെ പരിചയപ്പെടാം. ആദ്യത്തത് സൂം. ഈ വ്യൂ പോർട്ടാണ് നമുക്ക് ആക്റ്റീവ് ആയിരിക്കുന്നത്. സൂം ബട്ടൺ പ്രസ് ചെയ്യുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ടും പുറകോട്ടും സൂം ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ബട്ടണാണ് സൂം ആൾ. സൂം ആൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ടും പുറകോട്ടും മൗസ് സൂം ചെയ്യുന്നതിനനുസരിച്ച് 4 വ്യൂ പോർട്ടിലും സൂം ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് സൂം ആൾ എന്ന ഓപ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൂം എക്സ്റ്റെൻഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഏത് വ്യൂ പോർട്ടാണോ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ വ്യൂ പോർട്ട് സൂം എക്സ്റ്റെൻഡ് ആയി കിട്ടുന്നതാണ്. ഈ വ്യൂ പോർട്ട് സെലക്ട് ചെയ്തിട്ട് സൂം എക്സ്റ്റെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യൂ പോർട്ടിൽ ഉള്ള ഒബ്ജക്റ്റ് മാക്സിമം ഫിറ്റ് ആയിട്ട് നമുക്ക് വ്യൂ പോർട്ടിൽ കിട്ടുന്നതാണ്. അതിനുശേഷം സൂം എക്സ്റ്റെൻഡ് ആൾ സെലക്ടഡ്. സൂം എക്സ്റ്റെൻഡ് ആൾ സെലക്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ആൾ എന്ന ഓപ്ഷൻ പോലെ നമുക്ക് എല്ലാ വശത്തെയും എല്ലാ വ്യൂ പോർട്ടിനെയും നമുക്ക് സൂം എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വ്യൂ പോർട്ട് നാവിഗേഷൻ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കും. അടിയിൽ കാണുന്ന ബട്ടൺ മാക്സിമൈസ് വ്യൂ പോർട്ട് ടോഗിൾ ആണ്. ഏത് വ്യൂ പോർട്ടാണോ ആക്റ്റീവ് ആയിരിക്കുന്നത് അതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്ത് വലുതാക്കാൻ സാധിക്കുന്നതാണ്. ഇത് പാൻ വ്യൂ. പാൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം എങ്ങോട്ട് വേണമെങ്കിലും പാൻ ചെയ്ത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. ഞാൻ വീണ്ടും പെർസ്പെക്റ്റീവ് വ്യൂയിലേക്ക് പോവുകയാണ്. ആൾട്ട് W പ്രസ് ചെയ്ത് പെർസ്പെക്റ്റീവ് വ്യൂ ആക്ട് ചെയ്ത് ഞാൻ മാക്സിമൈസ് ചെയ്യുന്നു. ഇതിന്റെ പാൻ വ്യൂ എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൈയുടെ ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം എങ്ങോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. മൗസിന്റെ സെന്റർ ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞ് സൂം ചെയ്യാം. നമുക്ക് വേണ്ട ഭാഗത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇതാണ് പാൻ ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വയർ ഫ്രെയിം എന്താണെന്ന് പരിചയപ്പെടാം. എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് ബോക്സിൽ സെലക്ട് ചെയ്യുക. ആദ്യത്തിൽ മൗസ് വെക്കുമ്പോൾ ക്രിയേറ്റ് എന്ന് കാണിക്കുന്നു. രണ്ടാമത്തതിൽ മൗസ് വെക്കുമ്പോൾ മോഡിഫൈ എന്ന് കാണിക്കുന്നു. മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ലെങ്ത് സെഗ്മെന്റ് 1 ആണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ 2 ആക്കി. വിഡ്ത്ത് സെഗ്മെന്റ് 2 ആക്കി. ഹൈറ്റ് സെഗ്മെന്റ് 2 ആക്കി. ഇനി ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞ് പെർസ്പെക്റ്റീവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്കൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് ഈ റിയലിസ്റ്റിക് എന്നുള്ള ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഫ്രെയിം എന്നുള്ള ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് ബോക്സിന്റെ ഷേപ്പ് നമുക്ക് മാറിക്കിട്ടും.
ഇതിനെ നമ്മൾ വയർ ഫ്രെയിം എന്ന മോഡാണ് പറയുന്നത്. എന്നാൽ വയർ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് ഷെയ്ഡഡ് നിൽക്കുമ്പോൾ ഇത് ബോക്സിന്റെ സോളിഡ് ഫോം ആണ്. ഇതിനെ നമ്മൾ സോളിഡ് ഫോം എന്നും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഫ്രെയിമിൽ ഇടുകയാണെങ്കിൽ ഇതിനെ വയർ ഫ്രെയിം മോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും ഇതിനെ മാറ്റി സോളിഡ് ഫോമിലേക്ക് മാറ്റുകയാണ്. ഇതിന്റെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വയർ ഫ്രെയിം ആയിട്ട് മാറ്റാനും വീണ്ടും F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോളിഡ് ആക്കി മാറ്റാനും കഴിയും. അതുപോലെ തന്നെ ഷെയ്ഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഷെയ്ഡറിൽ ക്ലിക്ക് ചെയ്യാം, എഡ്ജ്ഡ് ഫേസസ് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഇതിന്റെ പുറത്തുള്ള എഡ്ജുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കളറിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ബോക്സിന്റെ കളർ മാറ്റിയെടുക്കാൻ സാധിക്കുകയാണ്. ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ വേറെ ഒരു കളർ കൊടുക്കാം. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ പുറത്തുള്ള എഡ്ജ്ഡ് ഫേസസ്, ഇതിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എഡ്ജ്ഡ് ഫേസസ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എഡ്ജ്ഡ് ഫേസസ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിവിടെ എഡ്ജ്ഡ് ഫേസസ് കാണിക്കില്ല. വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, എഡ്ജ്ഡ് ഫേസസ് ഓൺ ചെയ്യുക. ഓക്കെ, ഇത് മാറാനായിട്ട് ഇതിന്റെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് F4 യൂസ് ചെയ്യാം. F4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എഡ്ജ്ഡ് ഫേസസ് പോകുന്നതായിരിക്കും. വീണ്ടും F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഡ്ജ്ഡ് ഫേസസ് വീണ്ടും വരുന്നതായിരിക്കും.